ശാലോം ടെലിവിഷൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക്, ഡെയിലി മിറർ എന്നുള്ള എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓരോരുത്തരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ഡെയിലി മിറർ എപ്പിസോഡിൽ നമ്മളുടെ ഈ അരമണിക്കൂർ പരിചിന്തനത്തിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത ഒരു വചനഭാഗമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം, അതായത് അത് അവസാനത്തെ അധ്യായമാണ്. അതിൻ്റെ തന്നെ അവസാനത്തെ ഒരു വാചകം, അല്ല 2 വാചകങ്ങളാണ്. അവിടെ ഈശോ നമ്മളോട് പറയുന്ന കാര്യം ഇതാണ്. 18-ാം വാചകം മുതൽ യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ ഞാൻ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഞാനിത് തിരഞ്ഞെടുക്കാൻ പ്രത്യേകമായ ഒരു കാരണമുണ്ട്. ഇന്ന് നമ്മളുടെ ലോകം, ഒരുപക്ഷെ മുൻപും അങ്ങനെ ആയിരുന്നിരിക്കാം, എങ്കിലും ഇന്ന് നമ്മൾ കൂടുതലായി ഈ ലോകത്തിൽ നടക്കുന്ന അഴിമതിയും അക്രമവും കൊലപാതകവും യുദ്ധവും എല്ലാം നമ്മളുടെ ശ്രദ്ധയിലേക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങൾ വളരെ ശക്തമാണിന്ന്. അതുപോലെ തന്നെ എത്രയോ തരം മാധ്യമങ്ങൾ നമുക്കിന്ന് ഈ നാട്ടിലുണ്ട്. ഒരു 10-20 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റാതിരുന്ന അത്രയും മാധ്യമങ്ങൾ ഉണ്ട്. ഇതിലൂടെ എല്ലാം നമ്മളുടെ വീടുകളിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക്, നമ്മുടെ മുറികളിലേക്ക് കടന്നു വരുന്ന വാർത്തകൾ, ചിത്രങ്ങളെല്ലാം ഇത്തരത്തിലുള്ള നിഷേധാത്മകമായ മനുഷ്യ പ്രവണതയുടെ കാര്യങ്ങളാണ്. എല്ലാ ദിവസവും നമ്മൾ പത്രം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് മിക്കവാറും ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് വായിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നന്മ ഒരുപാട് ഈ ലോകത്തിലുണ്ട്. അത് വാർത്തയാകുന്നില്ല ആർക്കും. നേരെ മറിച്ച് തിന്മയാകുമ്പോഴാണ് അത് വാർത്തയായിട്ട് വരുന്നത്. അതൊരു പക്ഷേ നമ്മുടെ മനസ്സിനൊക്കെ ഒരു താല്പര്യം ജനിപ്പിക്കുന്നത് അതിലൂടെ ഈ വാർത്താമാധ്യമങ്ങൾ ലാഭമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പരിശ്രമിക്കുന്നത്. പക്ഷേ ഇത് ഈ ലോകത്തിൽ ഉള്ളതുകൊണ്ടാണല്ലോ മാധ്യമങ്ങൾ ഇത് പ്രചരിപ്പിക്കുന്നത്. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ കേൾവിക്കാരെ, കാഴ്ചക്കാരെ, വായനക്കാരെയൊക്കെ പ്രീതിപ്പെടുത്തും എന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം കാണിക്കുന്നത്. അവരുടെയും ആ പ്രവണത ഒരു തരത്തിൽ പറഞ്ഞാൽ തെറ്റായ പ്രവണത തന്നെയാണ്. നമുക്കറിയാം, മാധ്യമങ്ങൾ, അല്ല മാധ്യമ കമ്പനികൾ, സ്ഥാപനങ്ങൾ ഒരു തരം ഫാക്ടറികൾ പോലെയാണ്. അവിടെ എന്താണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ജനത്തിന് ആവശ്യമുള്ള ഒരു വസ്തു, അത് വാർത്തയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. മാധ്യമങ്ങളുടെ ഉൽപ്പാദന അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് പറയുന്നത് വാർത്തകളാണ്. അപ്പോൾ ആ വാർത്തകൾ ആളുകൾക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ നിർമ്മിച്ച് അവർ കൊടുക്കും. ഏതാണ് ഇഷ്ടമുള്ള ഉൽപ്പന്നമെന്ന് ഓരോ കമ്പനിയും അന്വേഷിച്ചറിയും. ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഏതാണ്? യൂറോപ്പിൽ ഇഷ്ടമുള്ള ഭക്ഷണ സാധനം ഇന്ത്യയിൽ അതേ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുകയില്ല. നേരെ മറിച്ച് ഇന്ത്യയിലെ അവരുടെ ബ്രാഞ്ചുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ ഇഷ്ടമുള്ള സാധനങ്ങളായിരിക്കും. ഉദാഹരണമായിട്ട് നിങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ടാകും മക്ഡൊണാൾഡ്സ് എന്ന് പറയുന്ന ഫാസ്റ്റ് ഫുഡ് ചെയിൻ. അത് ഓരോ രാജ്യത്തും ഓരോ തരത്തിലുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത്. അമേരിക്കയിൽ കൊടുക്കുന്ന ഇറച്ചി മാംസം ചേർന്ന ബർഗർ ആയിരിക്കുകയില്ല അത് ഇന്ത്യയിൽ കൊടുക്കുക. കാരണം ഇവിടുത്തെ ആളുകളുടെ ഇഷ്ടം വേറെയാണ്. അതുകൊണ്ട് അപ്പോൾ ബർഗറാണ് അല്ലെങ്കിൽ
മാക്ക് ബർഗറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ഇഷ്ടമനുസരിച്ച് അവർ മാറ്റിയുണ്ടാക്കും. ഇതുപോലെ തന്നെയാണ് ഇന്ന് ലോകത്തിൽ ഈ വാർത്തകളിൽ നിഷേധാത്മകമായ വാർത്തകൾ അവതരിപ്പിക്കപ്പെടുന്നത്. ഓരോ രാജ്യത്തും അതിൻ്റേതായ രീതിയിൽ അത് അവതരിപ്പിക്കും. അപ്പോൾ ഈ കടന്നു വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിന്ന് ഈ സുവിശേഷ ഭാഗം ഉദ്ധരിച്ചത്. ഈശോ പറയുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. കർത്താവ് നമ്മളോട് പറഞ്ഞ ഏറ്റവും പ്രധാനമായുള്ള കൽപ്പന എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്. കേവലം ഇങ്ങനെ ഒരു അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ഒരു തള്ളക്കോഴിക്ക് അതിൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹമോ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. അതിലുപരിയായിട്ട് സ്വന്തം ജീവിതം തന്നെയും കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചാണ് ഈശോ പറയുന്നത്. ആ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ശാന്തി സമാധാനമൊക്കെ കൊടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്നേഹത്തിൻ്റെ കൽപ്പനയാണ് ഈശോ തന്നിട്ട് പോയത്. ഈ കാര്യമാണ് നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കേണ്ടത്. കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്വാർത്ഥത ഒട്ടുമില്ലാത്തതാണ്. അത് എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു കിട്ടും എന്നതിൻ്റെ പേരിലല്ല, നേരെ മറിച്ച് ഞാനത് കൊടുക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്ന എൻ്റെ വിശ്വാസം, അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നു. ഈ ചിന്ത ഉള്ളവർക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. കർത്താവ് അവിടുത്തെ ശിഷ്യരോടെല്ലാം പറയുന്ന കാര്യം ഇതാണ്: ഞാനീ പറഞ്ഞ കാര്യങ്ങൾ, പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പോയി ചെയ്യണം. കർത്താവ് തൻ്റെ ശിഷ്യരോട് ഓരോ സന്ദർഭത്തിലും ഏതെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. യാക്കോബ് യോഹന്നാനും തങ്ങൾക്ക് കർത്താവിൻ്റെ ഇടതും വലത്തും സാമ്രാജ്യം സ്ഥാപിക്കുമ്പോൾ മന്ത്രിമാരായിരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന കാര്യമുണ്ട്. അത് വാസ്തവത്തിൽ തെറ്റായിരുന്നു ആ ചിന്തയെന്ന് കർത്താവിനറിയാൻ കർത്താവ് അത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം എൻ്റെ അനുയായികളല്ല ഇങ്ങനെ ചെയ്യുന്നത്, നേരെ മറിച്ച് അത് മറ്റുള്ളവരാണ്. ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ ജനതകളെയും നിങ്ങളിത് പോയി പഠിപ്പിക്കണം. ഈ ജനത എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ ആളുകളും എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയല്ല. നേരെ മറിച്ച് എൻ്റെ ഈ സന്ദേശം ഉൾക്കൊള്ളാത്ത എല്ലാവരെയും, ജനതകൾ എന്ന് ഇസ്രായേൽക്കാർ പറഞ്ഞ അർത്ഥം ഇസ്രായേൽ ജനതയല്ലാത്തവർ എന്നുള്ള അർത്ഥത്തിലാണ് ജനതകളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരെയും പോയി പഠിപ്പിക്കണം. കർത്താവ് ഇവിടെ ജനതകൾ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ ഈ സന്ദേശം മനസ്സിലാകാത്ത എല്ലാവരെയും പോയി നിങ്ങളത് പഠിപ്പിക്കണം. അതായത് ശത്രുവിനെ പോലെ സ്നേഹിക്കുന്ന സ്നേഹമാണ് നിങ്ങളുടേത്, അതായിരിക്കണം. അപ്പോൾ ഇത് ബുദ്ധിമുട്ടാണ് എന്നറിയാം. പക്ഷെ അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറയുന്നത്, എൻ്റെ നുകം നിങ്ങൾക്ക് വഹിക്കാൻ എളുപ്പമുള്ളതാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ എങ്ങനെയാണോ എൻ്റെ പിതാവിൻ്റെ കൽപ്പന അനുസരിച്ചത് അതുപോലെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ അതിന് ഭാരമുണ്ടാകും. നമുക്കറിയാം കർത്താവിന് പിതാവായ ദൈവം കൊടുത്ത കൽപ്പന എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടായിരുന്നത് സ്വീകരിക്കാനായിട്ട്, നടപ്പാക്കാനായിട്ട്. അതുകൊണ്ടാണല്ലോ ഗെത്സെമേൻ തോട്ടത്തിൽ പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ മാറ്റിക്കൊടുത്തൊന്നുമില്ല. അവിടുത്തെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ, മരിക്കാൻ തയ്യാറാവുകയാണ് ഈശോ ചെയ്തത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, കുരിശ് മരണത്തോളം അവൻ അനുസരണമുള്ളവനായി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളോട് പോയി പഠിപ്പിക്കാനായിട്ട് പറയുന്നത്. നമ്മൾ വാഗൊണ്ട് പഠിപ്പിക്കാൻ മാത്രമല്ല, നേരെ മറിച്ച് നമ്മൾ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാവരെയും പോയി ജ്ഞാനസ്നാനപ്പെടുത്താനാണ് പറഞ്ഞത്. ജ്ഞാനസ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ ബാഹ്യമായ സഭയുടെ അംഗമാക്കുക എന്നാണ്. വാസ്തവത്തിൽ അന്ന് സഭയില്ലല്ലോ. കർത്താവിൻ്റെ മുമ്പിൽ ഒരു സഭാസമൂഹം എന്ന് പറയാനില്ല. ഇന്നത്തേതുപോലെയുള്ളൊരു ചട്ടക്കൂടൊന്നും അന്നില്ല, അധികാര ശ്രേണിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ജ്ഞാനസ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം കർത്താവ് ഉദ്ദേശിച്ചത്? അതായത് ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ അവരെ അറിവുള്ളവരാക്കണം, ജ്ഞാനത്തിൽ സ്നാനപ്പെടുത്തണം, ഈ അറിവിൽ നിങ്ങൾ അവരെ കുളിപ്പിക്കണം. അപ്പോൾ കുളിപ്പിച്ച് കഴിയുമ്പോൾ അവർ അവരുടെ ആശയങ്ങൾ, തെറ്റായ ആശയങ്ങളിൽ നിന്ന് അവർ ശുദ്ധീകരിക്കപ്പെടും.
പക്ഷേ അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടാലും പിന്നെയും നമ്മൾ ഇതിലേക്കല്ലേ നടക്കുന്നത്. അപ്പോൾ ശരീരത്തിൽ വീണ്ടും ചെളിയൊക്കെ പറ്റുമല്ലോ, അത് വീണ്ടും കഴുകിക്കളയണം. അതാർക്കാണ് കഴുകാൻ പറ്റുക? അത് കർത്താവിന് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസിൻ്റെ കാല് കഴുകാനായിട്ട് കർത്താവ് വരുന്നത്. ആ വരുമ്പോൾ പത്രോസ് പറഞ്ഞു, എൻ്റെ കാല് കഴുകണ്ട എന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, അങ്ങനെയാണ് എൻ്റെ കാല് ശരീരമൊക്കെ കഴുകിയേരെ, അത് ശിരസ്സുമൊക്കെ കഴുകിയേരെ, അത് വേണ്ട. കുളി കഴിഞ്ഞവൻ്റെ കാല് മാത്രം കഴുകിയാൽ മതി. അതായത് നമ്മൾ ഒരു വ്യക്തിയെ ഈ ജ്ഞാനസ്നാനപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ സംഭവിക്കുന്നത് ഈശോ പറയുന്ന എല്ലാ കാര്യങ്ങളിലും അവർക്കൊരു പ്രാഥമികമായ അറിവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ അറിവിൽ അവർ വളരണം. ആ വളരുന്ന പ്രക്രിയയിൽ ചെളി പറ്റും, അല്ലെ മറ്റ് ആശയങ്ങൾ അവരെ സ്വാധീനിക്കും. അതിൽ നിന്ന് അവരെ വിമുക്തമാക്കണം. അതിനെന്ത് ചെയ്യണം? ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ അടുത്ത് ചെല്ലണം, പാപമോചനം പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ആ സ്വീകരിച്ച അറിവിൽ വളരാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഈശോ പറഞ്ഞതാണ്, നിങ്ങൾ എല്ലായിടത്തും പോകണം. എല്ലായിടത്തും പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാനൊരു രൂപതയുടെ അധ്യക്ഷനാണ്. ഈ രൂപതയിൽ എല്ലാ ദിവസവും എനിക്ക് എല്ലാ ഇടവകയിലും പോകാൻ പറ്റുമോ? പറ്റിയല്ല, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ഇടവകയിലുള്ളവർ തന്നെയാണ് ആ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത്, ഞാനല്ല. എനിക്ക് അതിൻ്റെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഇതുപോലെ തന്നെ ഈ ലോകത്തിൽ എല്ലായിടത്തും ആളുകളുണ്ട്. ഈ ആളുകളുള്ള ഇത് ആര് പോയി പറയും? ആര് പോയി ഇത് കാണിച്ചു കൊടുക്കും? ഏതെങ്കിലും ഒന്നോ രണ്ടോ വൈദികർക്കോ സന്യസ്തർക്കോ അല്ലെങ്കിൽ മിത്രാന്മാർക്ക് മാത്രം സാധിക്കുമോ? സാധിക്കുകയില്ല. പകരം നമ്മളെല്ലാവരുമാണ്. കർത്താവ് ഏതെങ്കിലും ഒരു വ്യക്തിയോടല്ല ഇത് പറയുന്നത്, ശിഷ്യരോടാണ് പറയുന്നത്. അവിടെ അന്നേരം ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാരാണ്. പക്ഷേ മറ്റുള്ളവരും കണ്ടു കാണുമല്ലോ, തീർച്ചയായിട്ടും ഈശോയെ കണ്ടു കാണും. അപ്പോൾ അവരോടെല്ലാമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ എല്ലായിടത്തും പോകണം എന്ന് പറയുമ്പം നമ്മൾ എല്ലായിടത്തും പോയി താമസിക്കണം. നമുക്ക് വാസ്തവത്തിൽ ഇന്ന് പറ്റിയിരിക്കുന്ന പല അബദ്ധങ്ങളുമുണ്ട്. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചെന്നാൽ ഒരു 25 കൊല്ലം മുമ്പ് ഇല്ലാതിരുന്ന അക്രമങ്ങളും ബോംബിടലുകളും എല്ലാം അവിടെ ഇന്നുണ്ട്. ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് മറ്റൊന്നുമല്ല, അവിടെ ക്രൈസ്തവരുടെ അംഗസംഖ്യ തീരെ കുറഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ, നീ ശത്രുവിനോട് ക്ഷമിക്കണം മക്കളെ എന്നൊക്കെ പറയുവാനായിട്ട് അവിടെ ആരും ഇല്ലാതെ പോയി. മാത്രമല്ല, നമുക്കറിയാം, നമ്മൾ അങ്ങനെ ജീവിക്കുന്നൊരു സമൂഹമാകുമ്പോൾ നമ്മുടെ മാതൃക തീർച്ചയായിട്ടും മറ്റുള്ളവരെ സ്വാധീനിക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കാലക്രമത്തിൽ ഈ അഴിമതിയും അക്രമവും കൊലയും കൊലപാതകവും യുദ്ധങ്ങളും എല്ലാം വീണ്ടും കടന്നു വരും. സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ നമ്മൾ പറയും, മക്കളൊക്കെ കൂടുതൽ വേണം. അപ്പോൾ നമ്മൾ ചോദിക്കും, അവരെ പഠിപ്പിക്കാനുണ്ടോ, നിങ്ങൾ കാശ് തരുമോ? ചോദ്യം അതാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ഈ വിശ്വാസം നമ്മൾ വളരെ ഗൗരവമായിട്ടൊന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിക്കുകയില്ല. നേരെ മറിച്ച് നമുക്കറിയാം, നമ്മളാണ് ലോകത്തിലെല്ലായിടത്തും ചെന്ന് യേശുവിൻ്റെ ഈ സന്ദേശം, നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റുള്ളവരെ ഈ അറിവിൽ സ്നാനപ്പെടുത്തേണ്ടത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്താഗതി വളർന്നു വരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ലോകത്തിലെ സാന്നിധ്യത്തിന് അർത്ഥമുണ്ട് എന്ന് നമുക്ക് തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നും? നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്, ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമുദായ ശക്തിയായി വളർന്ന് നമ്മുടെ സർക്കാരിനോട് യുദ്ധം ചെയ്ത് സർക്കാരിനെ മുട്ടുകുത്തിച്ച് കാര്യങ്ങളൊക്കെ നേടാനുള്ള ഒരു സംവിധാനമായിട്ട് നമ്മളതിനെ കണക്ക് കൂട്ടും. അങ്ങനെയല്ലത്. നേരെ മറിച്ച് ഈ ലോകത്തിൽ ഇങ്ങനെ ആളുകളെ സ്നാനപ്പെടുത്തുക, ഏതിൽ? അറിവിൽ. ആ അറിവിനെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്. 17:3 ഇപ്രകാരം പറയുന്നുണ്ട്, ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. ആ ജീവനാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സ്വർഗരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നേരെ മറിച്ച് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ്. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വാഹകരാകുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും കൊടുക്കുന്ന മനുഷ്യരാവുക എന്നാണ്. അല്ലാതെ കുറേയധികം ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക, അങ്ങനെ ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല നമുക്ക്. നമ്മൾ എന്തുമാത്രം ഭക്ഷണപാനീയങ്ങൾ കൊടുത്താലും ഒരിക്കലും ആളുകൾ തൃപ്തിപ്പെടില്ല.
എനിക്ക് തന്നെ പല അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കയ്യിലുള്ള എല്ലാ രൂപ എടുത്തിട്ടായിരിക്കും ഒരാൾക്ക് സംഭാവന കൊടുക്കുക. പക്ഷേ അതേക്കുറിച്ച് ആ മനുഷ്യൻ ചിലപ്പോൾ എന്താ പറയുകയെന്നറിയോ? അങ്ങേർക്ക് 10 ലക്ഷം കിട്ടിയിരുന്നു, കയ്യിലുണ്ടായിരുന്നു, അതിലൊരു 10 രൂപ എനിക്ക് തന്നു, അത് വലിയ കേമം വല്ലതാണോ? ഇങ്ങനെ അവർ പറയുകയുള്ളൂ. നേരെ മറിച്ച് നമ്മളുടെ ഈ സന്ദേശം അവർക്ക് ശരിക്ക് മനസ്സിലായി കഴിയുമ്പോൾ, ആ നീതിയും സമാധാനവും കൊടുത്തു കഴിയുമ്പോൾ അത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമായിട്ട് രൂപപ്പെടും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സുവിശേഷ പ്രഘോഷണത്തിലേക്കാണ് നമ്മൾ ഇനിയും കടന്നു പോകേണ്ടത്. കേവലം നമുക്ക് അംഗസംഖ്യ ഈ ബാഹ്യമായ സഭയിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല. അതിലുപരിയായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ, പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയുക, അതിലേക്ക് അവരും ആകർഷിക്കപ്പെടുക. ആദ്യകാലത്തൊക്കെ ഈ ഭൂഗർഭാലയങ്ങളിലായിരുന്നു റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനികൾ ആരാധനയൊക്കെ നടത്തിയിരുന്നത്. അതുപോലെ തന്നെ അന്ന് ഒരുപാട് മതപീഡനങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ ക്രിസ്ത്യാനികൾ പരസ്പരം വലിയ സ്നേഹത്തിലായിരുന്നു, ഒരിക്കലും ഒരു വഴക്കുണ്ടാക്കിയല്ലാഞ്ഞു. അത് കണ്ടിട്ട് അവരെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണ്? മറ്റുള്ളവർ കണ്ടോ, അവരുടെ സ്നേഹം കണ്ടോ എന്നുള്ളതാണ്. അപ്പോഴത് കണ്ടിട്ടാണ് മനുഷ്യർ ക്രിസ്ത്യാനികളെ തിരിച്ചറിഞ്ഞിരുന്നത്. നേരെ മറിച്ച് ഇന്ന് നമ്മൾ നോക്കിയേ, നമ്മുടെ ക്രൈസ്തവ സമൂഹം എത്രയോ കഷണങ്ങളായിട്ട്, ഗ്രൂപ്പുകളായിട്ട്, വിഭാഗങ്ങളായിട്ട് ഭിന്നിച്ചു പോയി എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭിന്നിച്ചു പോകുന്നത്? ഒരുപക്ഷെ നമുക്കറിയാം, നമ്മൾ കർത്താവിൻ്റെ ഈ ആശയങ്ങൾ നടപ്പാക്കുമ്പോഴുണ്ടാകുന്ന പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അപ്പോൾ അത് ഇല്ലാതാകുന്നിടത്ത് യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സമ്പത്തിനെക്കുറിച്ചൊക്കെ കർത്താവിൻ്റെ അടുത്ത് വന്ന് ഇത് എന്താണ്, എൻ്റെ പിതാവിൻ്റെ സ്വത്ത് വിഭജിക്കാനായിട്ട് എന്നെ സഹായിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്കതിനൊന്നും നേരം, അല്ലെങ്കിൽ ആരാ എന്നെ ഇതൊക്കെ ഏൽപ്പിച്ചത്? കർത്താവിൻ്റെ ജോലി അതല്ല എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഈ ലോകത്തിനൊരു പുതിയ കാഴ്ചപ്പാട് കൊടുക്കാനാണ് കർത്താവ് വന്നത്, പുതിയൊരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് എന്താണ്? അത് മറ്റൊന്നുമല്ല, നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ശൈലി സ്വീകരിച്ച് ഈ ലോകത്തിൽ പുളിമാവും വെളിച്ചവും മനസ്സാക്ഷിയും ഒക്കെ ആയിരിക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് പീഡനങ്ങളുണ്ടാകും എന്നുള്ളത് നിസ്സംശയമാണ്. തിന്മയെ എതിർത്ത് എപ്പോഴും പീഡനങ്ങളുണ്ടാകും. കർത്താവ് നമുക്കറിയാം ദൈവമായിരുന്നു, പക്ഷേ ദൈവമായിരുന്നെങ്കിൽ നമുക്കറിയാം തെറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് നമ്മൾ സങ്കല്പിക്കണം. അവിടുത്തെ പ്രതികരണങ്ങൾ വേണ്ട രീതിയിലായിരുന്നു, ശരിയായ രീതിയിലായിരുന്നു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. എന്നിട്ടും അവിടുത്തെ കുറ്റം വിധിച്ചു എന്ന് പറഞ്ഞാൽ തിന്മയ്ക്കെതിരെ നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും കുറ്റം വിധിക്കും, ശിക്ഷിക്കും, കൊല്ലും. അത് ഈ ലോകത്തിൻ്റെ രീതിയാണ്. പക്ഷേ അതിങ്ങനെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം, നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ 1-2 പേര് ചിലപ്പോൾ കൈക്കൂലി വാങ്ങാത്തവരുണ്ടെങ്കിൽ അവരെയും വാങ്ങാനായിട്ട് പ്രേരിപ്പിക്കും മറ്റുള്ള ഒരു കൈക്കൂലിക്കാരാണെങ്കിൽ. ഇനി അതിലൊന്നും അവർ വീഴുന്നില്ലെങ്കിൽ അവരെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തും, അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി അവരെ പുറത്താക്കാനേ പരിശ്രമിക്കും. ഇത് ഈ ലോകത്തിൽ എന്നും നടക്കുന്ന കാര്യങ്ങളാണ്, ഇനിയും അതൊക്കെ തന്നെ നടക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സാന്നിധ്യത്തിൻ്റെ അർത്ഥം തന്നെ അതാണ്. ഈ ലോകത്തിൽ എല്ലായിടത്തും എല്ലാ കാലത്തും നമ്മളുണ്ടായിരിക്കണം ഇത് പറയാനായിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ നമ്മൾ നിലകൊള്ളാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിന് പ്രസക്തി ഉണ്ടായി മാറും. ഇന്ന് ഈ ക്രൈസ്തവ വിശ്വാസത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നെന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ വിശ്വാസത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് നമ്മൾ കെട്ടിപ്പൊക്കിയ ഒരു വിശ്വാസ സൗധമുണ്ട്, അതിനൊരു പക്ഷേ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഞാനിതിനു മുമ്പും ചിലയിടത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എന്നെ ആകർഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുമ്പിലൊരു ചോദ്യചിഹ്നമായി നിലകൊള്ളുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ആശയങ്ങൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പുണ്യവാന്മാരുടെയൊക്കെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട്. നമ്മളോട് കർത്താവ് പറഞ്ഞത് അവിടുത്തെ വഴികൾ നമ്മൾ സ്വീകരിക്കാനാണ്, കർത്താവിനെ പിൻചെല്ലാനാണ്. പക്ഷേ നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് എന്താണ്? പലപ്പോഴും കർത്താവിന് നമ്മുടെ വഴിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കടലിൽ, പാറയിലൊക്കെ നല്ലൊരു പാറക്കല്ല് കൊണ്ടിട്ട് നോക്കുക, കടൽ തീരത്തിനടുത്തുള്ളൊരു സ്ഥലത്ത്
ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അതിലെല്ലാം ഇങ്ങനെ ഈ കക്ക പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. ഞാൻ മൈനർ സെമിനാരി പഠിച്ചത് തലശ്ശേരിയിലാണ്. അപ്പോൾ കടൽ തീരത്താണ് സെമിനാരി സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ കടലിൽ കുളിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ കാണാവുന്നൊരു പ്രക്രിയ ഇതാണ്. ഒരു വെറുതെ ഇരിക്കുന്നൊരു കല്ല് നമ്മൾ കൊണ്ടിടുകയാണ്, ഇച്ചിരി വലിയ പാറ കൊണ്ടിടുകയാണെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് അത് നിറച്ച് ഇങ്ങനെ കക്കകളിങ്ങനെ പിടിച്ചിരിക്കുന്നത് കാണാം, പലതരത്തിലുള്ള ഈ കടൽ ചെടികൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശരിക്കുള്ള വിശ്വാസത്തിലേക്ക് ഇങ്ങനെയുള്ള കക്കകളും കടൽ ചെടികളും ഒക്കെ പിടിച്ചു കഴിയുമ്പോൾ അതിനെ ആളുകൾ നിരസിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ക്രൈസ്തവ വിശ്വാസത്തെ അങ്ങനെയുള്ള ഈ മറ്റ് വസ്തുക്കളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. എങ്കിലേ ഇതിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ കുളിച്ചു എന്ന് വിചാരിച്ച്, ഈ ജ്ഞാനത്തിൽ കുളിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് എന്നും ചെളിയില്ലാതിരിക്കാമെന്ന് കരുതരുത്. നമ്മളായിരിക്കുന്ന ചുറ്റുപാട് നമ്മളെ സ്വാധീനിക്കും. നമ്മൾ ഒരു സാധാരണ എത്ര കുളിച്ചിട്ടിരിക്കുന്ന മനുഷ്യൻ്റെ മേത്തും വിയർപ്പുണ്ടാകും. അതുപോലെ തന്നെ പൊടിയും ചെളിയും കരിയും എല്ലാം പറ്റും. നമ്മൾ നമ്മുടെ ബസ്സിലൊക്കെ ഒന്ന് യാത്ര ചെയ്ത് നോക്കി, നന്നായിട്ട് കുളിച്ച് ഒക്കെ പോയതായിരിക്കും. പക്ഷേ ആ യാത്രയുടെ അവസാനം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മൂക്കിലും ചെവിയിലും എല്ലാം കരി പിടിച്ചിരിക്കും. നമ്മുടെ നല്ല ഒന്നാന്തരം അലക്കി തേച്ച ഷർട്ടിൻ്റെ കോളറിൽ മുഴുവൻ കരിയായിരിക്കും. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾ നിരന്തരമായിട്ട് മാറ്റിക്കളഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ, നമ്മുടെ അനുദിന കൃത്യങ്ങളെല്ലാം ഇങ്ങനെ വന്നുകൂടും. അതുകൊണ്ട് കർത്താവിടെ പറയുന്ന കാര്യം നമ്മൾ എന്നും മനസ്സിൽ വയ്ക്കണം. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. നമ്മൾ നിരന്തരം വായിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആശയങ്ങളും നമ്മളെ നിയന്ത്രിക്കുന്ന വാക്കുകളുമൊന്നും ഇതൊന്നും ആയിരിക്കില്ല, കർത്താവിൻ്റെ വാക്കുകളായിരിക്കില്ല. നേരെ മറിച്ച് സിനിമയിലും ടെലിവിഷനിലെ അന്തിച്ചർച്ചയിലുമൊക്കെ ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങളും സിനിമാ നടീനടന്മാരുടെ ഡയലോഗിലൂടെ കടന്നു വരുന്ന കാര്യങ്ങളും അവർ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള പ്രതികാരേച്ഛയോടുകൂടിയുള്ള ചിന്തകളുമൊക്കെ ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് എന്നെ കേൾക്കുമ്പോൾ ഓർക്കുക, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നല്ല. നമ്മുടെ വിശ്വാസ ജീവിതം ഒരിക്കലും അപ്രസക്തമായിട്ടില്ല. പക്ഷെ നമ്മൾ ജീവിക്കുന്ന രീതിയിലുള്ള വിശ്വാസ ജീവിതം ഒരുപക്ഷെ അപ്രസക്തമായി കാണാം, അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്നുമുണ്ടാകാം. അതിൻ്റെയൊക്കെ അനുരണനങ്ങളാണ് നമ്മൾ കാണുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും ആ വിശ്വാസ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുപോകട്ടെ. അവിടുന്ന് നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ആദ്യമായിട്ട് നമ്മൾക്കനുസരിക്കാം, മറ്റുള്ളവരെ അത് പഠിപ്പിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.